ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദായിൽ നിന്നുള്ളവരായി. ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിൽ പ്രവാചക ഗ്രന്ഥങ്ങൾ ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു അവനെ, ജോസഫിന്റെ മകൻ നസറേത്തുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനയേൽ ചോദിച്ചു, നസറേത്തിന് നിനക്ക് നന്മയുണ്ടാകും? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനയേൽ തന്റെ അടുത്ത് വരുന്ന കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനയേൽ ചോദിച്ചു, നീ എങ്ങനെ എന്നെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനയേൽ പറഞ്ഞു, റബ്ബി, അന്ന് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗ്ഗം തുറക്കപ്പെടുന്നു, ദൈവദൂതന്മാർ കയറി പോകുന്നു, മനുഷ്യപുത്രനെ ഇറങ്ങി വരുന്നു നിങ്ങൾ കാണും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആദ്യം പറയുന്നതായ സെന്റൻസ് എന്നാന്ന് ആർക്കും അറിയാം. The first sentence is speaking of wisdom. ആദ്യമായിട്ട് യേശു പറയുന്നത്, ബാക്കിയെല്ലാം വചനം ദൈവമായിരുന്നു പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഈശോ സംസാരിക്കുന്നതായ അത് ഈശോ പറയുന്നതല്ല, യവനസ്ലിഹ സുവിശേഷത്തിലേക്ക് എഴുതിയിട്ടുള്ള അതല്ലേ. പക്ഷേ ആദ്യമായിട്ട് യേശു സംസാരിക്കുന്നു എന്ന് പറയുന്നതായ that is not spoken by Jesus. ഞാൻ പറയുന്നത് ജീസസിന്റെ ആദ്യത്തെ ഡയലോഗ്. ഇവിടെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെയാണ് അത് കാണുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ളതായ ഭാഗത്ത് ആദ്യത്തെ ശിഷ്യന്മാരെ വിളിച്ച്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് ഈശോയെ ചൂണ്ടിക്കാണിക്കുന്നു. ആ സമയത്ത് 2-3 പേര് ഈശോയുടെ പുറകെ പോകും. അപ്പൊ പുറകെ നടക്കുന്ന കാണുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിച്ചു? That is the first sentence spoken by Jesus Christ. Why you are searching for, or why you are searching? അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തില് ഈ ഒരു ചോദ്യത്തിനുള്ളതായ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ആവശ്യം. അപ്പൊ ഈശോ പറയുന്നില്ല. Then the disciples അവരോട് പറയുന്നു, come and see. എവിടെ വസിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് come you will see. അപ്പോൾ ഈ ഒരു അന്വേഷണവും ഈ അന്വേഷണത്തെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഈശോയുടെ ഈ ക്ഷണം, ഇൻവിറ്റേഷൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രോമിസ്, if you come surely you can see, ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഓരോ വ്യക്തികളിലൂടെ, ഓരോ ചാപ്റ്ററിലൂടെയും ശമരിയക്കാരും സ്ത്രീയും നിക്കോദോമസും എല്ലാം നിങ്ങൾ ആരെ അന്വേഷിക്കും? അറിയാതെ നമ്മൾ വിശ്വാസ വർഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഈ ഒരു അന്വേഷണത്തിന് ഉത്തരം കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഇയർ ഓഫ് ഫെയ്ത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഡീപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യും. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് കുറേ കാര്യങ്ങളെ കുറിച്ചുള്ള ചില ചിന്തകൾ, സെറ്റ് ഓഫ് അസംഷൻസ്. നമുക്കറിയാം ഇന്നയാള് ഇന്നതാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യുന്നതായ വലിയൊരു കാര്യം, വേറൊരു കാര്യം എന്നുള്ളത് നമ്മൾ ലിമിറ്റഡ് ആകും. ഇപ്പൊ സാധു ചക്കാലം ഇന്നതാണെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയത്തില്ല. അല്ലെങ്കിൽ അച്ഛൻ ഇന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നതാണ്, ഇന്ന സ്വഭാവമാണെന്ന് പറഞ്ഞ് ഒരു അസംഷൻ, ഒരാളെ കുറിച്ച് ഒരു അസംഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ലിമിറ്റഡായി. അതിനപ്പുറത്തേക്ക് പിന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ we close that possibility to go after that.
ഇവിടെയും ഒരു വിധത്തിൽ പറഞ്ഞാൽ നഥാനേലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു അസംഷൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി ത്രൂ ദ സ്റ്റഡീസ് ഓഫ് ദ ലോ, അതായത് ഇന്ന സ്ഥലങ്ങളിൽ നിന്നായിരിക്കാം ദൈവത്തിന്റെ പുത്രൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ജ്ഞാനം ലിമിറ്റഡായി, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നതാണ് എന്തെങ്കിലും നന്മ നസ്രത്തിൽ കാണുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും നമുക്കൊക്കെ ഇങ്ങനെയുള്ള ചില അസംഷൻസ് ദാറ്റ്സ് ക്വൈറ്റ് ഹ്യൂമൻ ഓൾസോ. പക്ഷേ അതിലൂടെ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു ഡേഞ്ചർ, വി cannot go after that. അതാണ് നമുക്ക് പറ്റുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടുത്തെ ഈ ഒരു കാര്യത്തിലും ഈ ഒരു അസംഷൻ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യാതെ ദൈവത്തെ കാണാനായിട്ട്, ചെന്ന് കാണാനായിട്ട്, വന്ന് കാണാനായിട്ട് ഓരോ നിമിഷം ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിലും ഈ നഥാനേലിനെ പോലെ ചില അസംഷൻസ് നമ്മുടെ ജീവിത സാഹചര്യത്തിലാണ്. ഓരോ സാഹചര്യത്തിലും, ഓരോ വ്യക്തികളെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ വിശ്വാസത്തെക്കുറിച്ച്. പക്ഷേ അത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളെ തന്നെ ലിമിറ്റഡ് ആക്കുന്നില്ല, നമ്മളെ തന്നെ ഒത്തിരി ഉള്ളിലേക്ക് ഉൾവലിക്കാനായ കാരണമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില നസ്രത്തുകളുണ്ട്. നസ്രത്തിനെ കുറിച്ച് പറയാൻ ഒരു കൊച്ചു കാര്യം, ഒരു ചെറിയ കാര്യമായിരിക്കാം, ഒരു ചെറിയ വ്യക്തിയായിരിക്കാം, ഒരു ചെറിയ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ സാഹചര്യങ്ങളായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ളതായ അസംഷൻസ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതായ കാര്യം ഇതിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഈ നഥാനേലിന്റെ അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നസ്രത്തിനെ കുറിച്ചുള്ളതായ നമ്മുടെ കൊച്ചു കൊച്ചു ഇടുങ്ങിയ ചിന്താഗതികളിൽ ഉപരിയായിട്ട് പോകാനായിട്ട് സാധിക്കും ദൈവത്തെ വിശ്വാസത്തോടുകൂടി അന്വേഷിക്കും. കാരണം ഈ കുറവുകളിൽ നിന്നും നന്മയുണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് ദൈവം. അപ്പോൾ നമ്മുടെ കഴിവുകളേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ നമുക്കൊക്കെ നമുക്കറിയാം, നമ്മൾ ഓരോ സാഹചര്യങ്ങളെക്കുറിച്ചും, ഓരോ വ്യക്തികളെക്കുറിച്ചും, വിശ്വാസത്തെക്കുറിച്ചും, നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും ഒക്കെ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളുണ്ട്. ആ പാരമ്പര്യത്തിന് പുറത്തുള്ള ആളുകൾ അവർക്ക് ചിലപ്പോൾ സാധിക്കത്തില്ല, നമുക്കൊരിക്കലും അത് പറയാനായിട്ട് സാധിക്കത്തില്ല. ഏത് ചെറിയ സാഹചര്യത്തിൽ നിന്നും നന്മ നൽകുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഒറ്റ കാര്യങ്ങളുള്ളൂ, നമ്മൾ പൂർണ്ണമായ ഒരു അന്വേഷണം. നിങ്ങൾ ആരെ അന്വേഷിക്കും? നമ്മളൊക്കെ ചോദിക്കുന്നതായ ചോദ്യം, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചില നഥാനേലിൻ്റെതായ സ്വഭാവത്തിലൂടെ നസ്രത്തിനെ കുറിച്ചുള്ള ചില ചിന്താഗതികൾ മുന്നോട്ട് പോകുമ്പോൾ always we have to ask ourselves, why you are searching, or whom you are searching for. അവിടെയാണ് നമ്മൾ ഈ ഇയർ ഓഫ് ഫെയ്ത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായ അല്ലെങ്കിൽ ഉത്തരം കൊടുക്കേണ്ടതായ ഒരു ആളാണ്. ഈ ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണമെങ്കിൽ you have to come and show the promises there. You can give answer. ഞാൻ നമ്മുടെ ലിറ്ററേച്ചർ ഇയർ ആദ്യം തുടങ്ങിയ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ വായിച്ചു വരുന്നതായ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് വളരെ പറഞ്ഞു. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് പല ദൈവങ്ങളെ ഐഡോൾ വേർഷിപ്പ് ഉള്ളതായ ആ സ്ഥലത്ത് വെച്ച് യു ആർ ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്ന് പത്രോസ് ലീഹ പറഞ്ഞതുപോലെ പറയുവാനായിട്ടുള്ളതായ വിശ്വാസത്തിന്റെ വളർച്ച, അതാണ് സത്യം പറഞ്ഞ ഇയർ ഓഫ് ഫെയ്ത്ത് ആയിട്ടുള്ളത്. എസ്പെഷ്യലി since we are observing this year as a year of faith, that is the motive. We all should be able to declare, proclaim Jesus as Son of the living God in front of my difficulties, in the midst of my difficulties, where really I was worried about whether God is with me. ദൈവത്തെക്കുറിച്ചുള്ളതായ, ദൈവത്തിന്റെ സത്തയെക്കുറിച്ചുള്ളതായ, എക്സിസ്റ്റൻസിനെക്കുറിച്ചൊക്കെ ഞാൻ സംശയിക്കുന്നതായ അല്ലെങ്കിൽ സംശയിക്കാൻ സാധ്യതയുള്ളതായ വേദനകളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കടന്നു പോകുമ്പോൾ യു ആർ ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്ന് പറയാനുള്ളതായ വിശ്വാസത്തിന്റെ വളർച്ചയാണ് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ ആവശ്യപ്പെടുന്നത്. ദിസ് ഇസ് റിയലി എ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഫോർ മീ, ഷുവർ ഫോർ യു ഓൾസോ. നമ്മൾ പ്രസംഗിക്കാനായിട്ട് എഴുതുമ്പോൾ ജീവിതത്തിന്റെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ദൈവം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഈശോയെ പ്രഖ്യാപിക്കുവാനായിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചൈതന്യം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ചൈതന്യത്തിനായിട്ട് അരൂപിക്കായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. ദൈവത്തെക്കുറിച്ച് എൻ്റെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യുന്നതായ ചില സാഹചര്യങ്ങൾ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഏറ്റുപറയാനായിട്ടുള്ളതായ വിശ്വാസത്തിൻ്റെ ആഴം നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തരകണം. നമ്മളൊക്കെ എപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിൽ ചഞ്ചലപ്പെടുന്നതായ നിമിഷമേതാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉള്ളതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംശയിക്കുന്നതായ സാഹചര്യങ്ങളേതാണ്. എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതായ ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും ഒക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വളരെയേറെ ഈ ഒരു സാഹചര്യത്തിലും ദൈവത്തെ ജീവനുള്ള പുത്രനാണ് എന്ന് കണ്ട് ഏറ്റു പറയാനായിട്ട് ഇതിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഈ നഥാനികളൊക്കെ സംബന്ധിച്ച പോലെ നിയമങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചില പ്രത്യേകമായ നിർവചനങ്ങൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഫിലിപ്പോസ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്നതാണ്. അവിടെ അത്തിമരത്തിന് ചൂണ്ടി വെച്ച് തന്നെ ഇരിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ വിശ്വാസത്തെയും നമ്മുടെ അസംഷനും ഉപരിയായിട്ട് നമുക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു മനസ്സ്, ഇതാണ് പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നമ്മുടെ ആ ഒരു പ്രെജുഡിസ് മെന്റാലിറ്റിയോടുകൂടി നമ്മുടെ ആ അസംഷനിൽ തന്നെ ഒതുങ്ങിക്കൊണ്ട് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇതിന് എഴുന്നേറ്റ് ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് പോകുന്നു നീ വന്ന് കാണാനായിട്ടാണ് പിന്നെ ഫിലിപ്പോസ് പറയുന്നത്. ഇത് പറയണമെങ്കിൽ we should be able to experience that. നമ്മളൊക്കെ വിശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഇല്ലാത്ത വിശ്വാസത്തെ നമുക്ക് ഒരിക്കലും പ്രഘോഷിക്കാനായിട്ട് സാധിക്കില്ല, കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ആദ്യത്തെ ശിക്ഷ എന്നുള്ള രീതിയിൽ ഫിലിപ്പോസിന് പറ്റിയത് ഒരു നന്മ ഈശോ പറഞ്ഞപ്പോൾ ട്രഡീഷണലി ആ ഒരു ചിന്തയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അത് വളരെ ഈസി ആയിട്ടാണ് വിശ്വസിച്ചു. അവരുടെ കൂടെ പോയി കാണാനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ നഥാനിയേൽ അദ്ദേഹത്തിൻ്റെതായ ചില അസംഷൻസ് ഉണ്ടായതുകൊണ്ട് ചെറിയ സംശയം ഉണ്ടായി. പിന്നെയും ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഈശോയുടെ സന്നിധിയിലേക്ക് വരികയും ഈശോ ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. നമ്മൾ പല കാര്യങ്ങളിലൂടെ ഈ വിശ്വാസ വർഷമൊക്കെ ആഘോഷിക്കുമ്പോഴും ആചരിക്കുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ഇതിനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിനായിട്ട് പ്രത്യേകമായിട്ടും ഒരുക്കി. നമ്മുടെ അലങ്കര കാത്തലിക് എക്സാർക്കേറ്റിലെ ഒരു സ്റ്റാറ്റ്യൂട്ട്സ്, അത് എന്താണ് നമ്മുടെ നിയമാവലി എന്നുള്ളതിനെ കുറിച്ചുള്ള നിയമാവലിയുടെ പുസ്തകം നമുക്ക് നൽകിയിട്ട് എല്ലാ കുടുംബങ്ങൾക്കും ഒരു കോപ്പി വെച്ച് ഉണ്ട്. എന്താണ് നമ്മുടെ ഈ എക്സാർക്കേറ്റിന്റെ പോളിസി അല്ലെങ്കിൽ നിയമാവലി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, സഭയോടുള്ളതായ നമ്മുടെ ബന്ധങ്ങൾ, ഏതൊക്കെയാണ് ഒരു മലങ്കര കത്തോലിക്കനായിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായ പ്രത്യേകമായ നിയമാവലി. അത് നിങ്ങൾക്ക് എല്ലാ വീട്ടുകാർക്കും ഓരോ കോപ്പിയുണ്ട്. ഒരു വീട്ടുകാർ തന്നെ ഒന്ന് കൂടുതൽ കോപ്പി കൊടുക്കേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും രഞ്ജിൻ്റെ കയ്യിൽ നിന്നോ സിബിയുടെ കയ്യിൽ നിന്നോ അതിൻ്റെ കോപ്പി വാങ്ങിക്കാവുന്നത്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇയർ ഓഫ് ഫെയ്ത്ത് ഒബ്സർവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചൊല്ലേണ്ടതായ പ്രാർത്ഥനയാണ് നമ്മൾ കുർബാന കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചൊല്ലിയത്. അതിൻ്റെ ഒരു കോപ്പി എല്ലാ ഭവനങ്ങളുമുണ്ട്. എല്ലാ ദിവസത്തെയും പ്രാർത്ഥനകളിൽ ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ സ്നേഹം ഓർപ്പിക്കുന്നു. പിന്നെ സിബിയോസിസ് നമ്മുടെ ഒരു ന്യൂസ് ബുള്ളറ്റിൻ വന്നിട്ടുണ്ട്, പതിനിലേക്ക് ഓർപ്പിക്കാം. നെക്സ്റ്റ് സൺഡേ നമുക്കറിയാവുന്ന പോലെ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനാണ്. അതിൻ്റെ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷനായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് സമയത്ത് അടുത്ത ആഴ്ചയ്ക്ക് തീർച്ചയായിട്ടും we won't write the name. Each one will have a separate registration number. അതിന് ആർക്കെങ്കിലും നിങ്ങളുടെ പേരിനകത്ത് മാർക്ക് കുറഞ്ഞോ കൂടിയോ എന്നതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. യു വിൽ ഹാവ് എ സ്പെഷ്യൽ രജിസ്ട്രേഷൻ നമ്പർ. ആ നമ്പർ വെച്ചായിരിക്കും തീർച്ചയായിട്ടും അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും.
Then the question paper is in English and Malayalam for the 13 plus age group. Below 13 English മാത്രമായിരിക്കും സ്നേഹം ഓർമ്മിപ്പിക്കുന്നു. ബൈബിള് മറ്റു ബുക്കുകളൊന്നും അന്നേരം ഉപയോഗിക്കാനായിട്ട് പാടില്ല. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഒരു പേന കൊണ്ടുവരും. പെൻസിലല്ല, നോട്ട് പെൻസിൽ, പേന. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫോർവേഡ് ചെയ്യും. അവിടെ നിന്ന് അന്നേരം തന്നെ നിങ്ങൾക്കത് ആൻസർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ജസ്റ്റ് 15 minutes. ഈ 15 മിനിറ്റിൻ്റെ സമയമുണ്ട് എടുക്കത്തുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മിക്കുന്നു. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കണം. അപ്പം താഴെ അല്ലേ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ പേര് അതിനകത്തുണ്ടോ, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ, ഏത് തരത്തിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ സ്ഥിതിയോ നിങ്ങളൊന്ന് അറിയിക്കുക. അത് ഇന്ന് തന്നെ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് ഞാൻ പ്രവർത്തിക്കുന്നു. January 27th Sunday school exams.